നമസ്കാരം. പുനർജനി കേസിൽ നമ്മൾ പറഞ്ഞതെല്ലാം ഉള്ളതാണ്. അതെങ്ങനെ ബോധ്യപ്പെടുന്നല്ലേ? ഉള്ളത് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? തുള്ളിപ്പോകും. അപ്പോൾ നിങ്ങളെ ഒരു തുള്ളലങ്ങ് കാണിക്കുകയാണ്. ഞങ്ങൾക്ക് 3 മാസം താമസിക്കാൻ പാടില്ല, ഭൂമി എടുക്കാൻ. ഇതിന് വ്യാപകമായി ഇതിൽ പ്രചരണമുണ്ട്. ഞാൻ തട്ടിയെടുത്തു പൈസ. ഇന്ന് ഞാനൊരു CPM-ന്റെ അവിടെ ഇരുന്ന ഒരാൾ എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കണ്ടല്ലേ എനിക്കെതിരായിട്ട്. നിങ്ങളുടെ ഒരാൾ അവിടെ ഇരുന്ന് ഇറക്കണ്ടല്ലോ 10 കാർഡ്. അതിലൊരു കാർഡ് അവിടെ തന്ന പൈസ, KPCC തന്ന പൈസ ഞാൻ അടിച്ചു മാറ്റി. KPCC 137, 138 അത് ഞങ്ങള് സംഘടനാ പ്രവർത്തനം നിങ്ങൾ ഫണ്ട് പിരിക്കലേക്ക് CPM ഫണ്ട് പിരിക്കലേക്ക് അടിച്ചുകൊണ്ട് പോയിരുന്നു. പിണറായി വിജയൻ 16 കൊല്ലം പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ CPM ഫണ്ട് പിരിവ് നടത്തിയതൊക്കെ അദ്ദേഹം വീട്ടിൽ കൊണ്ടുപോയിരുന്നു. ഞാൻ വീട്ടിൽ കൊണ്ടുവരുന്നു 100 കോടി രൂപ. 137 ഇതുപോലത്തെ പ്രചരണം AKG സെന്ററിൽ നിന്ന് നിങ്ങളൊരാളെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടല്ലോ. അയാളുടെ നേതൃത്വത്തിൽ എല്ലാവർക്കും അറിയാലോ, ഞാൻ പറയുന്നതിന്റെ പേര് എല്ലാ ദിവസവും 10 കാർഡ് ഇറക്കണം. എല്ലാം കഴിയുമ്പോൾ നിങ്ങൾ അയാളോട് പറഞ്ഞേക്കും അയാൾക്കെതിരെ ഒരു കാർഡ് വന്നിടുന്നത് ഒറിജിനൽ. കേട്ടല്ലോ, എനിക്കെതിരെ 10 കാർഡ്. അതായത് രാവിലെ മുതൽ ഫോൺ എടുത്ത് വെച്ചിട്ട് 1, 2, 3, 4, 5, 6, 7, 8, 9, 10ാമത്തെ കാർഡാണ് ഈ വന്നത്. അങ്ങനെ ഫോൺ എടുത്തു വെച്ച് ഡെയിലി എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. അതായത് എനിക്ക് ഈ നാട്ടുകാർക്കെതിരെ എന്ത് വേണോ പറയാം, എന്ത് വേണോ പ്രചരിപ്പിക്കാം. ഈവൻ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഡോക്ടർ ജോ ജോസഫിനെതിരെ ഒരു വ്യാജ അശ്ലീല ചിത്രം പ്രചരിപ്പിച്ചല്ലോ. എന്നിട്ട് എന്താണ് മറുപടി പറഞ്ഞത്? ഇത്തരം വീഡിയോ കിട്ടിയ ആരാണ് പ്രചരിപ്പിക്കാത്തതെന്ന്. അതുപോലെ സതീശനെ കുറിച്ചുള്ള യാഥാർത്ഥ്യങ്ങൾ കിട്ടിയാൽ ആരാണ് പ്രചരിപ്പിക്കാത്തത്? അതിനെന്തിനാണ് തുള്ളുന്നത്? അതിനിപ്പോൾ നികേഷ് കുമാറിന്റെ തോളിൽ പോയി കയറുകയാണ്. ഒരു ദിവസം എല്ലാം കൂടി ചേർത്ത് വരുമത്രേ. ഇതൊക്കെ കേൾക്കുമ്പോൾ സതീശൻ പറഞ്ഞ ആ വാചകമാണ് തിരിച്ച് മറുപടി പറയാനുള്ളത്. പേടിച്ചു കേട്ടോ, നമ്മളെല്ലാം പേടിച്ചേ കിടുങ്ങുകയാണ്. ഒരു കാര്യമുണ്ട്, ഈ പറഞ്ഞ കാര്യങ്ങൾ വിജിലൻസ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തി അന്വേഷിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം അടിമുടി കപടനായ ഒരു വ്യക്തി, അദ്ദേഹം നമ്മുടെ നാട്ടിൽ പറയാറുണ്ടല്ലോ, മാന്യൻ ചമഞ്ഞ് നടന്നാൽ, നല്ല വെൽ ഡ്രസ്ഡ് ആയിട്ട് നടന്നാൽ, അല്ലെങ്കിൽ ഏതെങ്കിലും പദവിയിൽ ഇരിക്കുന്നുണ്ടെങ്കിൽ പഴയ കാലഘട്ടത്തിന്റെ ഇതാണ്, അവർക്കെതിരെ മിണ്ടാൻ പാടില്ല. അവരെ ബഹുമാനം കൊണ്ട് നമ്മൾ അങ്ങ് മൂടണം. ഇതാണ് സതീശന്റെ ആവശ്യം. ഞാൻ പ്രതിപക്ഷ തമ്പ്രാനാണ്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അയ്യോ തമ്പ്രാനെ, അങ്ങയെക്കുറിച്ച് ഒന്നും പറയില്ല, ഈ കിട്ടുന്ന വിവരങ്ങളെല്ലാം അങ്ങയുടെ പാതാര ബിന്ദങ്ങളിൽ കൊണ്ടുവച്ച് ഞങ്ങൾ തൊഴുക എന്ന് മാത്രമേ സതീശനോട് തൽക്കാലം പറയാനുള്ളൂ. എന്തായാലും കാര്യങ്ങളൊക്കെ പറഞ്ഞു വരുമ്പോൾ ഈ തവിടിന് തീയിട്ട അവസ്ഥയാണ്. തവിടിന് തീയിടുമ്പോഴുള്ള പ്രശ്നം എന്താണ്? ഇത് പതിയെ ഇങ്ങനെ പുകഞ്ഞ് കയറും. ആ പുകഞ്ഞ് ആ വസ്തുത ഇങ്ങനെ കയറി വരുമ്പോൾ തവിടിൻ്റെ മുകളിൽ ഇരിക്കുന്ന ആരാണ്? സതീശൻ. ആദ്യം വന്നപ്പോൾ പേടിച്ചു കേട്ടോ, പിന്നീട് എന്നെ CBI അന്വേഷിപ്പിക്കൂ എന്നുള്ള കരച്ചിലായി. ഇന്നിപ്പോൾ എന്തായി? ആകെ വിറളി പൂണ്ട അവസ്ഥയാണ്. വിറളി പൂണ്ടു പോകാൻ കാര്യം എന്താണ്? പറയുന്നതിലൊക്കെയും വസ്തുതയുണ്ടെന്ന് സതീശന് അറിയാൻ കഴിയുന്നുണ്ട്. സതീശൻ ആ വിഷയവുമായി ബന്ധപ്പെട്ട് മാധ്യമങ്ങളെ സെറ്റിൽ ചെയ്തിട്ട് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒരക്ഷരം പോലും ഉരിയാടാനില്ല. അതുകൊണ്ട് എന്ത് പറയുകയാണ്? വയനാട് നടത്തിയ 7 സ്റ്റാർ റിസോർട്ടിലെ ആ കോടിക്കണക്കിന് രൂപ പൊടിച്ച ആഡംബര കൂത്താട്ടം, ആ കൂത്താട്ടത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങളൊക്കെ വരുമ്പോൾ വല്ലാതെ പൊള്ളുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ഉത്തരം പറയാൻ പറ്റുന്നില്ല. നമ്മളുമായിട്ട് ബന്ധമുള്ള മാധ്യമങ്ങളൊന്നും അത്തരം ചോദ്യം ചോദിക്കുന്നില്ല. പക്ഷേ ഈ നാട്ടിൽ കുറേ അധികം പേർ ഞങ്ങൾക്കെതിരെ വ്യാജ വാർത്ത ഇറക്കുന്നു അത്രേ. എന്താണ് വ്യാജം? അതുമാത്രം പറഞ്ഞാൽ മതി. വ്യാജമെന്ന് വെറുതെ പറഞ്ഞു പോകാതെ പറഞ്ഞ ഏത് കാര്യമാണെന്ന് സ്പെസിഫൈ ചെയ്ത് ഈ നാടിനെ ബോധ്യപ്പെടുത്തും. അതിന് കഴിയത്തില്ല. കാര്യം പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെയും അതിനോടൊപ്പം തെളിവും കാട്ടിയിട്ടുണ്ട്. ആ തെളിവുകൾ തന്നെയാണ് സാക്ഷി. ആ തെളിവുകൾ വെച്ചിട്ട് സതീശന് ഒരു വിഷയത്തെയും നിരാകരിക്കാൻ കഴിയില്ല. നിരാകരിക്കാൻ കഴിയാതെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനെതിരെ നമ്മൾ ചാടിത്തുള്ളണം, ഓടിക്കളയണം. സതീശൻ ഉത്തരം പറഞ്ഞ് മറു ചോദ്യം കേൾക്കാതെ ഓടിക്കളഞ്ഞാൽ മാധ്യമങ്ങൾക്ക് വാർത്തയുമല്ല, അത് പിണറായി വിജയൻ ആയിരിക്കണമായിരുന്നു. എന്തോരം ആഘോഷമുണ്ടായേനെ. പക്ഷേ സതീശൻ ഇങ്ങനെയൊക്കെ ഓടിക്കളയാം. കാര്യം അതിനു വേണ്ടിയുള്ള സംരക്ഷണവും അതിനു വേണ്ടിയുള്ള പ്രിവിലേജും അതിനു വേണ്ടിയുള്ള എല്ലാ സ്വാതന്ത്ര്യവും ഈ നാട്ടിലുള്ള ഏക വ്യക്തി പ്രതിപക്ഷ നേതാവാണ്. അതുകൊണ്ടാണ് ഉള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ അദ്ദേഹം മറ്റൊരാൾക്കെതിരെ ആരോപണം ഉന്നയിച്ച് കാടറക്കുമെന്നൊക്കെയുള്ള ഭീഷണിപ്പെടുത്തിയിട്ട് ഓടി രക്ഷപ്പെട്ട് കളഞ്ഞത്. അവിടെയുണ്ട് സതീശൻ എന്ന വ്യക്തി പുനർജനിയിൽ ലോക്കിട്ട് വന്നപ്പോൾ ചിതറിത്തെറിച്ചു എന്നുള്ള യാഥാർത്ഥ്യം.